കൂട്ടുകാരെ റോഡിൻ്റെ ഇരുവശത്തുമായിട്ട് ഇതേ മാലപ്പൾപ്പ് തൂക്കിയിട്ടിരിക്കുന്ന പോലെയാണ് കേട്ടോ പോസ്റ്റർ തൂക്കിയിട്ടിരിക്കുന്നത്. അത് കാണാൻ തന്നെ നല്ല രസമുണ്ട്. അപ്പോൾ വൈകുന്നേരം ചായയൊക്കെ കുടിച്ചുകൊണ്ട് നിന്നപ്പോൾ നടക്കാൻ പോകാൻ ഒരു ആഗ്രഹം തോന്നിയിട്ടോ. അങ്ങനെ ഇതേ തോടിൻ്റെ അരികത്തൂടെയാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. റോഡിൻ്റെ സൈഡിലോട്ടായിട്ട് ഇതേ കുഞ്ഞു മഞ്ഞ പൂക്കളാണെങ്കിൽ പൂത്തൊലഞ്ഞ് കിടപ്പുണ്ടായിരുന്നു. അതിൻ്റെ ഫോട്ടോസൊക്കെ എടുത്ത് ഇതേ പയ്യെ പോകുമ്പോഴാണ് കേട്ടോ നമ്മുടെ തോടിൻ്റെ അവസ്ഥ കാണുന്നത്. നല്ലോണം വെള്ളം കുറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ വേനലൊക്കെ അല്ലേ അല്ലേ. അങ്ങനെ ഇതേ ഞാൻ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ഇതേ തുള്ളി ചാടി മുന്നേ പോകുന്നുണ്ട് കേട്ടോ. ഈ പൂക്കൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതിനൊരു പാഷൻ ഫ്രൂട്ടിൻ്റെ മണമായിട്ട് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ഈ കുന്നിൻ്റെ പൊക്കത്താണെങ്കിൽ ഒരു ഓലിക്കുഴി ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വാ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് 2-3 വീട്ടുകാർ ഇവിടെ നിന്നാണ് കേട്ടോ കുടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം എടുക്കുന്നത്. നല്ല വെള്ളമാണ് കേട്ടോ. എപ്പോഴും ഈ വെള്ളത്തിനൊരു പ്രത്യേക തണുപ്പുണ്ടാകും. ഇത് കുടിക്കാൻ തന്നെ ഒരു രസമാണ്. അങ്ങനെ ഇതേ നമ്മുടെ ചാനൽ ഒത്തിരി പേര് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ട് കേട്ടോ. നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഫാമിലിയിലിട്ട് പുതിയതായിട്ട് വന്നവർക്ക് എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ 500 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിന് എല്ലാവർക്കും താങ്ക് യു. നമ്മുടെ കൂടെ കൂടി സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും. അങ്ങനെ ഇതേ നമ്മൾ പയ്യെ ഇനിയിപ്പോൾ വഴി ഉണ്ടാക്കി വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ വെള്ളം കെട്ടി കിടക്കുന്നതുകൊണ്ട് നല്ല ചതുപ്പാണ്. അങ്ങനെ ദേ ഒരാൾ തത്തിപ്പറക്കി പയ്യെ വന്നുണ്ട് കേട്ടോ. അങ്ങനെ ദേ ഒരു വിധത്തിൽ നമ്മൾ റോഡ് എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ദേ വീട്ടിലോട്ട് പോകുന്നതിന് മുന്നേ കുറച്ച് നേരം കൂടിയിരുന്ന് എല്ലാവരും വർത്താനമൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ പിരിഞ്ഞപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ